بسم الله الرحمن الرحيم. قال رسول الله صلى الله عليه وسلم: إذا سمعتم نباح القلب ونهيق الحمار فتعوذوا بالله فإنهن يرين ما لا ترون. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പട്ടി കുരയ്ക്കുന്നത് കേട്ടാൽ അല്ലെങ്കിൽ കഴുത കരയുന്നത് കേട്ടാൽ നിങ്ങൾ പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം. കാരണം നിങ്ങൾ കാണാത്ത പലതിനെയും അവർ കാണുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ജീവികൾക്കും ഓരോ പ്രത്യേകതകൾ കൊടുത്തിട്ടുണ്ട്. മനുഷ്യർക്കില്ലാത്ത പല പ്രത്യേകതകളും പല ജീവികൾക്കും. അതുകൊണ്ടാണ് കോഴി കൂവുന്നത് കേട്ടാൽ നിങ്ങൾ അള്ളാഹുവിനോട് അവൻ്റെ റഹ്മത്ത് ചോദിക്കണം. കാരണം കോഴി മലക്കുകളെ കാണുന്നുണ്ടാകാം. അത് നിങ്ങളെ നമസ്കാരത്തിന് വേണ്ടി ഉണർത്തുന്ന ജീവിയാണ്. അതിനെ നിങ്ങൾ ചീത്ത വിളിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുപോലെ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് നല്ല മയ്യത്താണെങ്കിൽ എന്നെ ധൃതിയിൽ കൊണ്ടുപോകാനും മോശക്കാരനാണെങ്കിൽ എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നും ആ മയ്യത്ത് വിളിച്ചു പറയുമെന്നും ആ ശബ്ദം മനുഷ്യർക്കും ജിന്നുകൾക്കുമല്ലാത്ത സകല ജീവജാലങ്ങൾക്കും കേൾക്കാൻ കഴിയുമെന്നും ഹദീസിൽ വരുന്നു. അപ്പോൾ പിശാച് പല രൂപത്തിൽ രൂപപ്പെടാം. പട്ടി, പന്നി, ഏത് രൂപത്തിലും പിശാചിന് രൂപം സിദ്ധിക്കാൻ കഴിയും. ബാങ്കുവിളി കേൾക്കുന്ന സമയത്ത് പിശാച് ഓടും. ആ ശബ്ദം കേൾക്കുന്നത് അവന് വെറുപ്പാണ്, അവന് ഇഷ്ടമല്ല. ബാങ്ക് കേൾക്കാത്ത സ്ഥലത്തേക്ക് പിശാച് ഓടിപ്പോകും. എന്നിട്ട് വിശ്വാസം പറഞ്ഞു, ബാങ്കുവിളി കഴിയുമ്പോൾ പിശാച് വീണ്ടും പഴുപ്പഴും. ഇക്കാമത്ത് കൊടുക്കുമ്പോൾ വീണ്ടും അവൻ ഓടും. ഇക്കാമത്തും അവന് ഇഷ്ടമല്ല. ഇക്കാമത്ത് കഴിയുമ്പോൾ വീണ്ടും അവൻ തിരിച്ചു വന്നിട്ട് നിങ്ങൾക്കിടയിൽ നിൽക്കും. നിങ്ങളുടെ മനസ്സിൽ അവൻ കയറി കൂടി അതേവരെ ഓർക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് അവൻ നിങ്ങൾ ഓർമ്മിപ്പിക്കും. ഇന്നതോർക്ക് മറ്റതോർക്ക് എന്ന് അവൻ നമ്മളോട് പറയും. അങ്ങനെ എത്ര നിസ്കരിച്ചു, നിസ്കാരത്തിന്റെ എണ്ണം പോലും നമ്മൾ മറന്നു പോകും. ഇത് പിശാച് നമ്മളിൽ ഉണ്ടാക്കി തീർക്കുന്ന അവസ്ഥയാണ്. പിശാച് ഓടുന്ന കാണുമ്പോഴാണ് പട്ടി കുറയ്ക്കുന്നത്. അപ്പോൾ പട്ടി നിങ്ങൾ കാണാത്ത പിശാചിനെ പട്ടി കാണുന്നു, അപ്പോൾ അത് കുറയ്ക്കും, കഴുത ശബ്ദിക്കും. അതുകൊണ്ട് അത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ അള്ളാഹുവിനോട് പിശാചിൽ നിന്ന് കാവല ചോദിക്കണം. ഒരുപക്ഷെ പട്ടിയും പന്നിയും തന്നെ പിശാചിന്റെ രൂപം സിദ്ധിച്ചു വരുന്നതുമാകും. അങ്ങനെയും അതിന് സാധിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കറുത്ത പട്ടി പിശാചാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ടാൽ കൽബുൽ അസ്വദ് ശൈത്വാൻ, കറുത്ത പട്ടി തന്നെ പിശാചാണ്. അപ്പോൾ പട്ടികളുടെ കൂട്ടത്തിൽ കറുത്ത പട്ടി, കറുത്ത പൂച്ചകളൊക്കെ എല്ലാമല്ല, എന്നാൽ അങ്ങനെ ആയിരിക്കാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ രൂപം പ്രാപിച്ചു വരാനോ കഴിയുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഉദഹിയത്തിന്റെ മൃഗങ്ങളെ തിരഞ്ഞെടുക്കുന്നിടത്ത് ആടിനെ തിരഞ്ഞെടുക്കുന്നത് 8 കളറുണ്ട്. 8 നിറത്തിലുള്ള ആടിനെ കുറിച്ച് പറയുന്നിടത്ത് ഉദഹിയത്തിനും അഖീഖത്തിനൊക്കെ ഏറ്റവും പറ്റിയത് വെളുത്ത നിറത്തിലുള്ള ആടാണ് ഏറ്റവും നല്ലത്. ഏറ്റവും മോശം കറുത്ത നിറത്തിലുള്ള ആടാണ്. 8ാമത്തെ കാറ്റഗറിയിലാണ് കറുത്ത നിറത്തിലുള്ള ആട് വരുന്നത്. അപ്പോൾ കറുപ്പ് ആടുകളുടെ കൂട്ടത്തിൽ ഉദഹിയത്തിനും അഖീഖത്തിനും തിരഞ്ഞെടുക്കുന്നിടത്ത് ഏറ്റവും താഴ്ന്ന നിറമാണ് കറുപ്പ് എന്ന് പറയുന്നത്. ഏറ്റവും നല്ല നിറം വെളുപ്പാണ്. അപ്പൊ ഈ പൈശാചികത എന്ന് പറയുന്നത് മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം കറുപ്പ് നിറത്തിൽ ഒരു പൈശാചികതയ്ക്ക് സാധ്യതയുണ്ട്. മനുഷ്യരിൽ കറുപ്പും വെളുപ്പും വ്യത്യാസമില്ല. കറുത്തവർക്ക് വെളുത്തവരെക്കാൾ താഴ്ന്ന സ്ഥാനം, വെളുത്തവർക്ക് ഉയർന്ന സ്ഥാനമൊന്നുമില്ല. മൃഗങ്ങളിൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ട് എന്നാണ് ഇതിനെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത്. ചുരുക്കത്തിൽ ഇത്തരത്തിൽ ഈ മൃഗങ്ങൾ, പട്ടി പോലുള്ള മൃഗങ്ങൾ പുറപ്പെടുവിക്കുന്ന അപശബ്ദങ്ങൾ, അതിന്റെ കരച്ചിലുകൾ, അത് പിശാചിനെ കാണുമ്പോൾ ആകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഹദീസ് നമ്മൾ മനസ്സിലാക്കി തരുന്നത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.